അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ. അടിസ്ഥാനപരമായൊരു പ്രശ്നം. അസൂയ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാത്തവൻ അവന് ഒരു തിരിച്ചടി ഉണ്ടായി. അസൂയ വേദപുസ്തകത്തിൽ കാണുന്ന ഒത്തിരി കാര്യമുണ്ട്. ഇസ്ഹാക്ക് ആണ്ടിൽ ദേശത്ത് വിതച്ചു, ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട്, ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി. ആ യാക്കോബിൻ്റെ ഭാര്യമാർ റാഹേലും ലേയും തമ്മിൽ അസൂയ തോന്നി. ചേട്ടത്തിയനത്തിമാർ തമ്മിൽ അസൂയ തോന്നി. ഏശാവും യാക്കോബും തമ്മിൽ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിൾ. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ യോസഫ് 17 വയസ്സേ ഉള്ളൂ, നല്ല ചെറുപ്പക്കാരൻ. പക്ഷേ സ്വപ്നം കണ്ട് ചേട്ടന്മാരെ അന്വേഷിക്കാൻ പോയി. അവന് അപ്പന് ഇഷ്ടമായിരുന്നു. അപ്പന് മോനെ ഇഷ്ടമായതുകൊണ്ട് ചേട്ടന്മാർക്ക് അവനോട് അസൂയ തോന്നി. അസൂയ. മുമ്പോട്ട് പോകുന്നു. ശൗല്, ദാവീദ്. പക്ഷെ ദാവീദിനോട് ശൗലിന് അസൂയ തോന്നി, കണ്ണുകടി തോന്നി. അസൂയ എന്താണ്? ഗോഡ് ഗേവ് ദം ഓവർ. നമുക്ക് നമ്മളിൽ തൃപ്തിയില്ല, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവൻ അസ്വസ്ഥരാകുകയാണ് അവരോട്. അതെന്തോ ഉണ്ടാക്കും? ഗോസിപ്പുകൾ ഉണ്ടാക്കും, അവനെ തകർക്കാനുള്ള വഴികൾ തേടും. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ദുശീലം. എന്താ ദുശീലം എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. അഡിക്ഷൻസിലേക്ക് പോകുന്നു. നല്ല ശീലങ്ങൾ, ചൊട്ടയിലെ ശീലം ചുടല വരെ നല്ല ശീലങ്ങൾ ഉണ്ടാകേണ്ട മനുഷ്യരെ ഇപ്പോൾ ദുശീലങ്ങൾ കഴിയുമ്പോഴപ്പെടുന്നു. വേദനയുണ്ട്, വേദന തങ്ക് പറിച്ച് പറയുകയാണ്. മനുഷ്യരുടെയും മൊത്തം ദുരിതം വരാൻ പോകുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായി, സന്തോഷം, നല്ല കാര്യം. പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകൾ അവിടെ എന്താ? കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ തൊട്ട് ഓൺലൈൻ സംവിധാനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നു. എപ്പോഴും എല്ലാവർക്കും കൂടെ ഇരിക്കാനൊന്നും നോക്കണമെന്നൊന്നും ഇല്ല. ഒന്നും നടക്കുന്ന കാര്യമല്ല. പകൽ മനുഷ്യൻ അധ്വാനിക്കണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ എന്തു പറ്റി? ഇതിന് അഡിക്ഷനായിട്ട് പോകുന്നു. എത്ര മക്കളെ വിളിക്കുന്നേ, എന്തുമാത്രം പേര്. എന്നാന്നറിയാം, പബ്ജി കളിക്കുന്ന പോലും. അതൊക്കെ തിരിച്ചു മേടിച്ചപ്പോൾ 6ാം ക്ലാസ്സുകാരൻ്റെ വയലൻസൊക്കെ ഞാൻ കണ്ടാണ്. എടാ, അമ്മച്ചിയുടെ കയ്യിൽ ഫോണുണ്ട്, മോൻ അത് ഉപയോഗിച്ചോ, എന്നിട്ട് ആവശ്യം കഴിയുമ്പം തിരിച്ചു കൊടുത്താൽ പോരെ. മോൻ അരമണിക്കൂറോടെ കാണുക. അല്ല, എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഉണ്ടെന്ന് എനിക്കും തരണമെന്ന്. നമ്മുടെയൊക്കെ പ്രായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സന്ധ്യയ്ക്ക് 6 മണിക്ക് വീട്ടിൽ വന്നിരിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അടി കിട്ടും. വരുണ്ട 6 മണി എന്നുള്ളത് 6:01 അപ്പുറത്തൂടെ കയറുന്നത്. കൃത്യസമയം 5 മണിക്ക് 4 മണിക്ക് വന്നിട്ടൊന്ന് പുറത്ത് നോക്കും. പക്ഷേ 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ സമയത്ത് പോലും പെരയ്ക്കകത്ത് കണ്ടില്ലെങ്കിൽ വലിച്ചിട്ട് കീറും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, അകത്തിരിക്കുന്നവനെ ഒന്ന് ഇറങ്ങിയടാ മുറിക്ക് പുറത്തു നിന്ന്, അവൻ അതിനകത്ത് കഥ അടച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നുമക്കളെ ഇറങ്ങി വരാൻ, മനുഷ്യനോടൊന്ന് മിണ്ടാൻ. എന്തുപറ്റി? ദുശീലം തിങ്ങുന്നു. കണ്ടോ? ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാൻ, നന്ദി കാണിക്കാൻ കഴിയാതെ വരുമ്പോൾ ഓരോ ദുശീലങ്ങൾ ഓരോ സമയത്ത് മാറി മാറി വരികയാണ്. അതിൽ ഏറ്റവും വലിയ അപകടപ്പെട്ട ദുശീലങ്ങൾ ഈ ഡ്രഗ് അബ്യൂസിലേക്ക് പോകുന്നു. ഞാൻ ഒത്തിരി മോചനയാത്രകൾ ഗാന്ധിയന്തിയോടുള്ള ബന്ധത്തിൽ, ഇൻഡിപെൻഡൻസിനോടുള്ള ബന്ധത്തിൽ നടത്തിയൊരു സമയങ്ങളുണ്ട്. ലഹരി വിരുദ്ധ യാത്രകൾ ഒത്തിരി നടത്തി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1000 കുഗ്രാമങ്ങളിൽ മുക്കിലും മൂലയിലും പ്രസംഗിച്ചു. ദുശീലങ്ങളെക്കുറിച്ച്, മദ്യപാനത്തെക്കുറിച്ച്. എന്തുമാത്രം എക്സാജറേഷൻ പറയല്ല. 8-10 പേരെ ഒരേ സമയം കൊണ്ടു നടന്ന സമയങ്ങളുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ. നല്ല ചെറുപ്പക്കാര് മദ്യപാനത്തിന് അടിമകളായി പോകുന്നു. അവരാരും തന്നെ കുടിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല. പക്ഷേ ആദ്യമായിട്ട് എടുത്തൊരു പെഗ് അവരെ കുടിയിലാക്കി. ഒരു സമയത്ത് ശംഭുവൊക്കെ ഇടുന്ന വല്ലാത്ത ശീലം വന്നപ്പോൾ അതിനൊക്കെ എതിരെ ഒത്തിരി യാത്രകൾ നടത്തി. ബാങ്ങെന്നും കയ്യിലെന്നും പറയുന്ന ആ മരങ്ങളുടെ പശയൊക്കെ കൂട്ടി ഇതൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആ ഒരു പ്രഭാഷണം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിന് പ്രേരകമായൊരു കാര്യമുണ്ട്. ഒത്തിരി നാളുടെ സ്കൂളിൽ ഇരുന്ന് പഠിച്ച ഒരു സുഹൃത്തിനെ ഒത്തിരി നാളുടെ കാണുമ്പോൾ അവൻ ചിറി ഇങ്ങനെ മലന്ന് കിടക്കുകയാണ്. എടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ശംഭു ഇട്ടത് പൊട്ടിപ്പോയതാണ്. രക്ഷപ്പെട്ടല്ലേ, നീ ഇത് ഇവിടെ വെക്കുക. അവൻ പറയുകയാണ് മേളി വെക്കുമെന്ന്. താഴത്തെ കീറി പൊട്ടിപ്പോയിട്ടോ മേളി വെക്കുകയാണ്. ദുശീലം, രക്ഷപ്പെടാൻ ഒക്കുന്നില്ല. നാടിൻ്റെ ഏറ്റവും വലിയ തിന്മയാണ് കഞ്ചാവിനടിമയായിട്ട്. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എപ്പോഴെങ്കിലും ഓണത്തിനോ ക്രിസ്മസിനോ വല്ലതും കൂട്ടുകാരുടെ കല്യാണത്തിനോ വല്ലതും പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പമ്മി ഇച്ചിരി അടിക്കുക. അന്നവൻ വാള് വെച്ച് നശിപ്പിച്ച്
കക്കി നശിപ്പിക്കും. അപ്പനറിയാം, അമ്മയറിയാം, അടിയുടെ പൂരക്കെട്ടും കെട്ടും. അതോടുകൂടി അവൻ്റെ പലതിൻ്റെ കൂടി നിൽക്കും കാരണം അവൻ കക്കി കക്കി നശിപ്പിച്ച് വാള് വെച്ച് ഊടുപാട് നശിപ്പിക്കും. അവൻ അറിയും എങ്ങനെങ്കിലും പിടിക്കും, മിക്കതിൻ്റെ അതോടുകൂടി തീരും. പക്ഷേ മറ്റൊരു അപകടത്തിലേക്ക് പോയി. കഞ്ചാവ് അറിയാൻ വൈകുന്നു, ദുശീലം നിർബന്ധിച്ച് ചിലപ്പോൾ അത് പല രീതിയിൽ തുടങ്ങിക്കുന്നു. കൂടുതലും ദുശീലങ്ങൾ ഈ മാഫിയകൾ എവിടെ വർക്ക് ചെയ്യുക? സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന്. തമ്പുരാനെ ഞെട്ടിപ്പോയി. കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടുകളുടെ അടുത്ത് വരെ ഇതിൻ്റെ കച്ചവടങ്ങളെന്ന്. എന്തുവാ ഇത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒറ്റക്കാര്യം, ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിച്ച് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ തിരിച്ചടി പെരുകയാണ്. ആ തിരിച്ചടി ഒരു തലമുറയെ തകർക്കുന്ന ദുശീലങ്ങളായിട്ട് മറിയും. ഇന്ന് സത്യത്തെ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ മൊബൈലിൻ്റെ ലോകത്തൊക്കെ കയറി ഈ ഓൺലൈനിലൂടെ ഇരിക്കുന്ന മക്കളെ ഓർത്ത് വിഷമിക്കാത്ത എത്ര പേരുണ്ട്? എന്താ സംഭവം എന്നറിയാം? ആദ്യത്തെ സംഭവം ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിച്ച് നന്ദി കാണിക്കാൻ മനുഷ്യന് കഴിയാതെ വന്നപ്പോൾ തിരിച്ചടി ഉണ്ടായി. ദുശീലം, കുല, പിണക്കം, കൊട്ടേഷൻ കൊടുക്കാനും കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമാകാനും തമ്മി വെട്ടാനും അടിക്കാനും ഒക്കെ ഒരു മടിയില്ലാത്ത മനുഷ്യരായിട്ട് മാറി. കുറച്ചാൾക്ക് മുമ്പ് ഈ പത്തനാപുരം റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ണിന് കണ്ടൊരു കാഴ്ച കൊണ്ട് ഒരു 3 പിള്ളേർ ട്രിപ്പിൾസ് വെച്ച് ബൈക്കേ വരുന്നു. അവരൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ അവരെന്തോ വരുമോ സൈഡ് കൊടുക്കാതിരിക്കേണ്ടി ചെയ്തു. പെട്ടെന്ന് ഞാൻ വരുമ്പോൾ റോഡ് ബ്ലോക്കായി കിടക്കും. നോക്കുമ്പോൾ കണ്ട കാഴ്ച ഈ 3 പിള്ളേർ ബൈക്കേ വന്നൊരു ചവിട്ട് കാണും. 2 എണ്ണത്തെ ഇട്ട് ആടിച്ച് അതിനകത്ത് ഇട്ടിടിച്ച് ഒരുത്തൻ ഓടി അപ്പുറത്ത് മേളൊരു വീട്ടിൽ കയറി ചെന്നിട്ട് അവരെ ഓടിപ്പോയിട്ട് സൗകര്യന്മാരെ മാത്രമുള്ള വീട് അവിടുന്ന് വിരിച്ചിറക്കി അടിച്ച് സ്റ്റെപ്പെ കൊണ്ട് ഉരുട്ടി ഇവൻ ഓടി വന്ന് വണ്ടിക്കകത്ത് കയറുന്നു. വണ്ടിക്കകത്ത് കയറി കതക് പൂട്ടിയിട്ടിട്ട് ചവിട്ടിയിട്ട് ഒരുത്തൻ അവൻ്റെ വണ്ടിയുടെ താക്കോൽ ഇങ്ങോട്ട് ഊരിയിട്ട് നീളമുള്ളത് ഒരൊറ്റ കുത്ത് തലയിൽ കൂടെ രക്തം ചീറ്റുന്നു. ഇവനും അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ഇറങ്ങി. ഇവനൊരു അമ്മയില്ലേ ഇടി കിട്ടുന്നവന്. പക്ഷെ എന്താ, കൊല്ലം മടിയില്ലാത്ത മനുഷ്യരായിട്ട് മാറി. ഒറ്റക്കാര്യം, ഇത്ര എങ്ങനെ മനുഷ്യൻ നികഷ്ടരാകുന്നത്? അകത്ത് ദൈവബോധം കുറയുമ്പോൾ മനുഷ്യൻ നികഷ്ടരായിട്ട് മാറുന്നു. അലിവുള്ള ഹൃദയം വാത്സല്യമില്ലാതെ പോന്നു. അലിവില്ലാത്തവർ, ദുശീലങ്ങൾ, കൊലപാതകം, പിണക്കം. പിണങ്ങിയൊക്കെ 3, 4, 5, 6 ദിവസം പിണങ്ങി കിടക്കത്തില്ലേ? എത്ര പിണങ്ങിയാലും വഴക്കുണ്ടാക്കിയാലും കഥ അടച്ചാൽ മിണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കും അപ്പനെ അമ്മയെ കണ്ട പിണക്കം മാറത്തില്ലേ? പക്ഷേ സഹോദരങ്ങൾ പോലും തമ്മിൽ പിണങ്ങിയ വല്ലാത്ത ദേഷ്യം. എൻ്റെ അടുത്തിടയ്ക്ക് കണ്ട് 2 ചേട്ടനും അനിയനെയും 2 വീട്ടിലാക്കിയിരിക്കുക. കാരണം ഇവന്മാർ തമ്മിൽ അടിക്കും. പിരിച്ചു പോയെങ്കിൽ പിണങ്ങിപ്പോയെങ്കിൽ ഇച്ച തെറ്റി അടിച്ചെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ചേട്ടനും തമ്മിൽ അടിക്കും. അടിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടക്കം മാറും. ഇണങ്ങുന്നവർ. പിണക്കം, കപടം, ദുശീലം, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. ഇതെല്ലാം കഴിഞ്ഞിട്ടോ സ്വയം വലുതാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സ്വയം വലുതാകാൻ വേണ്ടിയുള്ള ആത്മപ്രശംസയുടെ ഭാഗമാണ് എപ്പോഴും സെൽഫി എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അതിനുവേണ്ടി എന്ത് വെള്ളം ചെയ്യും, എന്ത് ഡ്രാമയും കളിക്കും. അങ്ങനെ ചാടും ഇങ്ങനെ ചാടും. ഇതെല്ലാം ഒറ്റക്കാരിയാണ്. വല്ലോൻ്റെ ബെൻസുകാരൻ്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുത്തിടും. ആത്മപ്രശംസ. നമുക്കുള്ളത് തൃപ്തിപ്പെട്ട പോലെ. ആത്മപ്രശംസക്കാർ, പുതുവർഷം സങ്കല്പിക്കുന്നവർ. അടുത്തത് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. മിക്ക മക്കളുടെയും പ്രശ്നം ഇതാണ്. അപ്പനും അമ്മയും അനുസരിക്കത്തില്ല, അവരെ പോരാ. ദൈവമേ, നശിച്ച വീട്ടിൽ ഞാൻ ജനിച്ചല്ലോ എന്നുള്ള പരാതിയാണ് പലർക്കും. അവരാണെങ്കിൽ എന്ത് നല്ലായിരുന്നു. പക്ഷെ മക്കൾക്കൊക്കെ അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഞാൻ 1000 മക്കളോട് എന്നും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ അപ്പനും അമ്മയും മനുഷ്യനും ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയല്ലേ? അവർ ജീവിക്കുന്ന ഇവർക്ക് വേണ്ടിയല്ലേ? ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന പലതും ഇപ്പം മേടിച്ചു തരാൻ ഒക്കത്തില്ലായിരിക്കാം. ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്, രണ്ടത് തന്നാൽ നിങ്ങൾക്ക് അപകടമാകുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ബൈക്കുണ്ട്, ബൈക്ക് ഇപ്പോൾ എടുത്തു കൊടുത്തിട്ട് വഴക്ക് പിടിച്ച് മേടിച്ച് ഒടിഞ്ഞ് കൈയും കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടപ്പുണ്ട്. അന്നേരം നോക്കാൻ ഈ അമ്മ വേണ്ടേ? അവനെ മാത്രം നോക്കിയ പോലെ വീണ അവനെ കൂട്ടുകാരനെ കൂടെ നോക്കണമെന്ന്. അപ്പോഴും വാശിയാണ്. എന്താ കാര്യം? മാതാപിതാക്കളുടെ വേദന മനുഷ്യൻ അറിയുന്നില്ല.
മാതാപിതാക്കളുടെ വേദന. ഒത്തിരി മക്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവർ സന്ധ്യയ്ക്ക് വീട്ടിൽ കയറി വന്നില്ലെങ്കിൽ അമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ടെന്ന് വിളിച്ചു ചോദിക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, ഞാൻ കൊച്ചു തെറ്റാണോ? ആണായാലും പ്രത്യേകിച്ച് പെൺപിള്ളേരൊക്കെ അമ്മയ്ക്ക് സങ്കടവും വിഷമവും വേദനയും കൂടും, അമ്മയാണ്. അപ്പോൾ ചോദിച്ചത് കുറ്റമായി. ദേഷ്യപ്പെട്ട് കഥ കട്ടച്ച് മുറിക്കകത്ത് കയറി വലിച്ചടച്ചു. അല്ലെങ്കിൽ ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തില്ല. അത് കെട്ടിച്ചാൽ ശരിയാകത്തില്ലെന്ന് അമ്മയ്ക്കറിയാം, അപ്പനറിയാം, ആരെക്കാട്ടിലും കൂടുതൽ അറിയാം മക്കളെ. ഒറ്റ നോട്ടത്തിന് പലതും അറിയാം, അമ്മയ്ക്കുമാർക്കറിയാം. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് എലീശയുടെ കാലഘട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ശൂനംകാരത്തി എന്താ പറയുന്നറിയാമോ? ഇതുവഴി കൂടെ പോകുന്ന ദൈവപുരുഷനുണ്ട്. ഒരു അമ്മയ്ക്കൊരു കാര്യം അറിയാം, അവർ ശരിയാണോ തെറ്റാണോ എന്നറിയാം. ഒരു കോള് വന്ന് സംസാരിക്കുന്ന ആ ഒരു സ്ലാങ് കേട്ടാൽ അതിൻ്റെ ഒരു മുഖഭാഗം കണ്ട് അവർക്കറിയാം എന്താ സംഭവിക്കുന്നത്. കാരണം അവരൊക്കെ ഒത്തിരി പണ്ട് കാലത്ത് നിന്നെക്കാൾ എത്ര കൂടുതൽ ഗുണമുണ്ടാന്ന് പറയത്തില്ലേ. പക്ഷേ അമ്മയും അപ്പനെ അനുസരിക്കാത്ത തലമുറ. ഞാനത് ചോദിച്ചോട്ടെ മക്കളെ, ഇന്നൊക്കെ നമ്മളിങ്ങനെ തുള്ളിച്ചാടും, അവർ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരിക്കൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചങ്ക് പൊട്ടി ഓർക്കുന്നൊരു കാര്യമുണ്ട്. അമ്മ മരിച്ചു പോയിട്ട് അപ്പൻ രണ്ടാമത് കെട്ടി കഴിയേ, അപ്പം മരിച്ചു പോയി. അപ്പോൾ ഈ അമ്മ മരിക്കുമ്പോൾ കുഞ്ഞായിരുന്നൊരു അവൻ പിന്നെ വളർന്നു രണ്ടാനമ്മയുടെ കൈ കീഴിലെ. എല്ലാ രണ്ടാമമ്മ മോശമൊന്നുമല്ല, ഒത്തിരി നല്ല അമ്മമാരുണ്ട്. എല്ലാ അമ്മമാരെയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ എനിക്കുണ്ടായ ഒരു ടിപ്പിക്കൽ എക്സ്പീരിയൻസ്, ആ അമ്മ അപ്പം മരിച്ച സമയത്ത് ഈ പയ്യന് പെട്ടെന്നൊരു വല്ലായ്മയൊക്കെ വരുന്നു. ഞാനതുവഴി വരികയാണ്, എൻ്റെ കയ്യിൽ ആംബുലൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ സംഭവം കണ്ടുകൊണ്ട് ഞാൻ തന്നെ ഈ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട് ഈ സഹോദരനെ ചെറുപ്പക്കാരനെ കൊണ്ട് ആശുപത്രിയിലേക്ക് ചീറിപ്പായിയാണ്. മറ്റൊരു സുഹൃത്തുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഈ പയ്യനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു സെമിത്തേരിയിൽ നിന്ന് ആ ഹോസ്പിറ്റലിലേക്ക്. ഈ കൊച്ചൻ വണ്ടിക്കകത്ത് കിടന്ന് വല്ലാതെ പൊളയുന്നു, ചുരുളുന്നു. കാഷ്വാലിറ്റി കൊണ്ടുവന്ന് കയറ്റി കിടത്തി. അറിയാവുന്ന ഡോക്ടർമാരോടൊക്കെ പെട്ടെന്ന് പറഞ്ഞവരൊക്കെ വന്നു. കാഷ്വാലിറ്റി കുഴപ്പമൊന്നും, ഇങ്ങനെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്, കുഴപ്പമില്ല, സ്റ്റേബിൾ ആകാൻ സാധ്യതയുണ്ട്, പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിരിക്കുമ്പോൾ എൻ്റെ കൂടെ പോയ സുഹൃത്ത് ആ സഹോദരൻ പെട്ടെന്ന് അയച്ച ഫോർവേഡ് ചെയ്തൊരു മെസ്സേജ് എന്നെ കൊണ്ട് ഇന്നലെ ഫോർവേഡ് ചെയ്തതെന്നാ. അതൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരിടത്തൊരു കുഞ്ഞിൻ്റെ അമ്മ മരിച്ചപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം വന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ അപ്പം രണ്ടാമത് കല്യാണം കഴിച്ചോട്ടെ? അവൻ പറഞ്ഞു ആക്കിയോട്ടെ, കുഞ്ഞു മനസ്സ്, മോനെ അമ്മ വേണ്ടേ, കാര്യങ്ങൾ നോക്കണ്ടേ? ഓക്കെ അപ്പാ. കാലം മുമ്പോട്ട് പോയി, കുറേ നാൾ കഴിഞ്ഞു. കുഞ്ഞായിരിക്കുമ്പോഴാണ്, ഒരുമാതിരി ഓർമ്മയിരിക്കുമ്പോഴാണ് ഈ അമ്മ മരിക്കുക. അപ്പം രണ്ടാമത് കല്യാണം കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അപ്പം വന്ന് ചോദിച്ചു, മോനെ ഇപ്പോഴത്തെ മമ്മി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് മറുപടി അതാണ് ഇവൻ ഫോർവേഡ് ചെയ്തത്. നല്ലമ്മയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ കള്ളം പറയത്തില്ല, സത്യമേ പറയത്തുള്ളൂ. അതിനോട് അങ്ങനെ എൻ്റെ അമ്മ എന്നും കള്ളം പറയായിരുന്നു, എൻ്റെ മരിച്ചുപോയ അമ്മ. അതിനാ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ കുസൃതി കാണിക്കുമ്പോൾ ചതിനോ പുതിനോ ഒന്ന് അടിയും തരും. എന്നിട്ട് പറയും, പന്നെ ചെറുക്കാൻ നിനക്ക് നീ ചോറ് തരത്തില്ല, നീ അവിടെ കിടന്ന് നിന്നെ ഞാൻ പട്ടിണിക്ക് ഇടുന്നു പറയും. 5-10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ചൂട് ചോറിനകത്ത് നെയ്യ് ഒഴിച്ച് പപ്പടം ഇട്ട് ചുരുട്ടി അത് ഉരുട്ടിക്കൊണ്ട് മക്കൾ വാ പൊളിക്കണമെന്ന് പറയാൻ നടക്കുക. എൻ്റെ അമ്മ ചോറ് തരത്തത് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ചോറും കൊണ്ടുവരും. അമ്മ കള്ളം പറയത്തുള്ളായിരുന്നു, അങ്ങനെ കള്ളം പറയായിരുന്നു. ഇപ്പോഴത്തെ അമ്മ ഏതാണ്ട് പിണങ്ങിയപ്പം പറഞ്ഞു, നിന്റെ ആനുസരണക്കേട്, നിനക്ക് ഞാൻ ചോറ് തരത്തില്ല, 3 ദിവസമായി പട്ടിണിയാണ്. സത്യമാണോ? അപ്പോൾ ഈ പുറകെ നടക്കാൻ ഒരാളുണ്ടത് എന്തുകൊണ്ടെന്നറിയാമോ? അവർ ചത്തുപോയ എന്ത് ചെയ്യും? അപ്പനും അമ്മയും നിന്ന് ഇപ്പം ചത്തുപോയ മക്കളെ എനിക്കറിയാം. ആദ്യമൊക്കെ ബന്ധുക്കൾ കാണും, പിന്നെ ഒരുത്തനും കാണത്തില്ല. ആദ്യത്തെ മൂച്ചിനൊക്കെ പറയും, ഞാൻ നോക്കിക്കോളാം, അവധിക്ക് അങ്ങോട്ട് വേണം, ഇവധിക്ക് 1-2 വർഷം കഴിഞ്ഞാൽ ഒരുത്തരും കാണത്തില്ല. ഇപ്പം നിങ്ങൾ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് പോവും. പക്ഷെ തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുന്ന അപ്പനമ്മയില്ലേ? ഗൾഫിൽ നിന്നൊക്കെ വരുന്നു, വിദേശത്ത് എത്ര പേരെന്നോട് കരഞ്ഞിട്ടുണ്ട്. നാട്ടിലോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ മിക്ക ഫ്ലൈറ്റുകളും വരുന്നത് വെളുപ്പിനെയല്ലേ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സൊക്കെ വരുന്നത്. വരണ്ട എന്ന് പറഞ്ഞാലും രണ്ടും കണ്ട് വന്ന് അവിടെ ഇങ്ങനെ നിൽക്കും വെളുപ്പിനെ ഡ്രൈവറേയും കൂട്ടി. അതുകൊണ്ട് ഞാൻ ചെയ്യും, പറയാതെ വരും, എന്നാലും മണത്തറി. എന്നിട്ട് 3 മണി 4 മണിക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കും. വല്ല കാര്യമുണ്ട് ഈ വയസ്സാം കാലത്ത് ഇവിടെ വന്നിരിക്കും? ഞാനങ്ങ് വരത്തില്ലേ? പക്ഷെ അവർ പോയി 2 പേരും. അപ്പോഴാണ് വന്നിറങ്ങിയപ്പം നോക്കിയപ്പം കാണുന്നില്ല ആരെയും. പരത് കാണുക വല്ലവരും ഉണ്ടോയെന്ന്, ഒരുത്തനില്ല. പിന്നെന്താ ചെയ്തു? അവിടുന്ന് ഊബർ പിടിച്ച് അവിടെ ചെന്ന് പോലീസ് ടാക്സി കൗണ്ടറിൽ നിന്ന് ടാക്സിയും പിടിച്ച് അതിൻ്റെ പുറകിൽ കയറി പേടിച്ച് ഇവൻ ഇപ്പോഴത്തെ ടാക്സിക്കാരൊക്കെ ഒത്തിരി നല്ലവരെല്ലാം GPS കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും
അന്നേരം ദുഃഖം വരുന്ന കാത്തിരിക്കാൻ ആരും ഇല്ലെന്ന്. മറ്റേ വീട്ടിലോട്ട് വരുമ്പോഴത്തേന് അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഇപ്പം വരുന്ന വഴി ഒരു പൊറോട്ടയും ഒരു കറിയും മേടിച്ച് പാഴ്സൽ മേടിച്ച് വീട്ടിൽ വന്ന് തന്നെ കഴിക്കുമ്പോഴാണ് ഇവരില്ലാത്തതിൻ്റെ വില അറിയുക. മറക്കരുത്, അൺനാച്ചുറലായി പോയി, അസ്വാഭാവികത. അപ്പനും അമ്മയോടും സ്നേഹമില്ല. മറക്കരുത് മക്കളെ, മറക്കരുത്. തിരിച്ചടിക്കുക നികിഷ്ടബുദ്ധിക്ക്. കാരണം ദൈവത്തെ അറിയുന്നവനെ അപ്പനും അമ്മയെ അറിയാനൊക്കത്തുള്ളൂ. വാത്സല്യമില്ലാത്തവരായി മാറി, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരായി മാറി, നിയമങ്ങൾ ലംഘിക്കുവാൻ ഉള്ള പ്രവണതകൾ. വാത്സല്യമില്ലാത്തവർ, വിത്തൗട്ട് നാച്ചുറൽ റിലേഷൻഷിപ്പ്. എന്താണ്? മനുഷ്യന് ഒത്തിരി സ്വാഭാവികമായ ബന്ധങ്ങളുണ്ട്. അപ്പൻ, അമ്മ, കൂടപ്പുറപ്പ്, ആങ്ങള, പെങ്ങള്, കസിൻസ്. ചെറിയ കാര്യമാണോ? ഫസ്റ്റ് കസിൻസ്. പക്ഷേ എത്ര കസിൻസ് ദുരുപയോഗപ്പെട്ടു. എന്താ കാര്യം? രക്തബന്ധങ്ങൾക്ക് വിലയില്ലാതെ വന്നു. വാത്സല്യമില്ലാത്തവരായി മാറി. ഖനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരെ ഇഷ്ടം തോന്നി അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അവരെ ഹീറോ ആയിട്ട് കാണുകയാണ്. ഇന്ന് അങ്ങനെയുള്ളവർക്ക് ഫാൻസ് ഉണ്ടാകുന്നു. അവരാണ് ഹീറോസ്. അപ്പം എന്താ പറ്റുക? ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണമുണ്ട്. ഒരു സ്വാഭാവികത തകർന്നു. ഏത് സ്വാഭാവികത? ദൈവത്തെ ആരാധിക്കുന്ന സ്വാഭാവിക ക്രമീകരണം തകർന്നപ്പോൾ അതിൻ്റെ തിരിച്ചടികൾ അസ്വാഭാവികമായി പ്രപഞ്ചത്തിലുണ്ടായി. 2, മനുഷ്യ ജീവിതത്തിലുണ്ടായി. അവർ നികിഷ്ടബുദ്ധിക്ക് ഏൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അൺനാച്ചുറലായിട്ട് മാറുകയാണ്, നികിഷ്ടരായിട്ട് മാറുകയാണ്. ഡിപ്രൈവ്ഡ് മൈൻഡ് ടു ഡു വാട്ട് ഓട്ട് നോട്ട് ടു ബി ഡൺ. എന്ത് ചെയ്യരുതോ അത് ചെയ്യരുതാത്ത അസ്വാഭാവികരായിട്ട് മാറി. എന്നാൽ മറ്റൊരു സംഭവം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഒരു മനുഷ്യരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. 4-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 13-ാം വാക്യം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. എന്താ സംഭവിച്ചത്? അവർ വെറും സാധാരണക്കാര്, ഓർഡിനറി മനുഷ്യര്. പക്ഷെ ഇപ്പോൾ അവരാരായിട്ട് മാറി? അസാധാരണക്കാരായിട്ട് മാറി. എക്സ്ട്രാ ഓർഡിനറി സ്നേഹം, എക്സ്ട്രാ ഓർഡിനറി ധൈര്യം, എക്സ്ട്രാ ഓർഡിനറി വിശുദ്ധി, എക്സ്ട്രാ ഓർഡിനറി ഒരു സ്വഭാവം. എങ്ങനെ ഉണ്ടായത്? അതുണ്ടാകാൻ കാര്യമുണ്ട്. അവൻ പത്രോസ് തള്ളിപ്പറഞ്ഞവനായിരുന്നു കർത്താവിനെ. പക്ഷേ ദൈവം തിബരിയോസിൻ്റെ കടൽക്കരയിൽ വെച്ചൊരു രംഗാവിഷ്കരണം ഉണ്ടാക്കി, ഇച്ചിരി തീയൊക്കെ കൂട്ടി കർത്താവിനെ വിളിക്കുകയാണ്. അപ്പോൾ ചനങ്ങൾ ചൊട്ട് അടയൊക്കെ ആയിട്ട് എന്തിനാ ഈ തീയൊക്കെ കൂട്ടി വിളിച്ചത്? ഒരു തീയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്കവനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അതൊരു തീയുടെ മുമ്പിലാണ്. ദൈവം അതിനുവേണ്ടി മറ്റൊരു തീജ്വാല കൂട്ടി. നിനക്ക് ഓർമ്മയുണ്ടോ? തീ ഉണ്ടവന് ഓർമ്മയുണ്ട്. ഈ തീയുടെ മുമ്പിൽ വെച്ചാ ഞാൻ അവനെ തള്ളിപ്പറഞ്ഞത്. ആ തീയുടെ മുമ്പിൽ വെച്ച് ദൈവം അവനെ കൊണ്ട് 3 വട്ടം തള്ളിപ്പറഞ്ഞവൻ്റെ 3 വട്ടം ചോദിച്ചു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമാണെന്ന്. ഉവ്വ് കർത്താവേ, നീ സകലതും അറിയുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തെ, നീ എവിടെ വെച്ചാ കർത്താവിനെ തള്ളിക്കളഞ്ഞേ? ഏത് തീയുടെ മുമ്പിൽ വെച്ചാ കർത്താവിനെ തള്ളിക്കളഞ്ഞ്? ഏത് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചാ കർത്താവിനെ തള്ളിക്കളഞ്ഞത്? ഏത് കുപ്പിയുടെ മുമ്പിൽ വെച്ചാ കർത്താവിനെ തള്ളിക്കളഞ്ഞേ? അതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് കർത്താവേ എന്ന് വിളിച്ചാ ഉണ്ടല്ലോ, കർത്താവ് പത്രോസിനെ മടക്കി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് ഉപയോഗിക്കാനുണ്ട്. ആ പത്രോസും യോഹന്നാനും നമ്മൾ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ കാത്തിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അതീവ ശക്തിയോടെ അവരുടെ മേൽ വന്നു. അവരാരായിട്ട് മാറി? അവർ അസാധാരണക്കാരായിട്ട് മാറി. 2 സാധ്യതകൾ, 2 സ്ട്രീംസാണ് ഇന്ന് ലോകം പോകുന്നത്. ഒന്ന്, ഇവിടെ ഒരു ഓർഡിനറി പൊത്തുവരുത്ത ജീവിതം നയിക്കാൻ ഒക്കത്തില്ല. ഒന്നി കർത്താവേ നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ കർത്താവ് ഒരു അത്യന്ത ശക്തി പകരും. ദൈവസ്നേഹത്തിൽ അങ്ങോട്ട് മുക്കിയെടുക്കും. ആരായിട്ട് മാറും? അസാധാരണക്കാരായിട്ട് മാറും. അല്ലെങ്കിലോ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞു. എവിടെ? ചില തീയുടെ മുമ്പ് വെച്ച് ബുദ്ധിക്കുന്ന നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്ന്. ഞാൻ അറിയാൻ സംഭവമല്ല, പക്ഷേ മോശമല്ലേ? കൂട്ടുകാരെന്തോർക്കും, അവരെന്തോർക്കും, ഇവരെന്തോർക്കും, എന്തോ ആയി ചിന്തിക്കുമെന്ന് ഓർത്ത് നിരൂപണങ്ങൾ വ്യർത്ഥമായി തീർന്ന് ദൈവം ഇല്ല ഒന്ന് ഓർത്ത് മകത്തിയിരിക്കാൻ, നന്ദി കാണിക്കാൻ, ദൈവത്തിൻ്റെ പൈതലാണെന്ന് പറയാൻ, വിശ്വാസിയാണെന്ന് പറയാൻ, ഞാൻ യേശുവിൻ്റെ പൈതലാണെന്ന് പറയാൻ മട്ടി കാണിച്ചത് കൊണ്ട് എന്തോ പറ്റി? പതുക്കെ നികിഷ്ടതയിലേക്ക് പോയി. എന്നാൽ ഇപ്പുറത്തൊരാൾ തീയണി കർത്താവേ എന്ന് പറഞ്ഞ്, പത്രോസിൻ്റെ ആ ഭാവമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. യേശുവൻ തിരിഞ്ഞു നോക്കി കണ്ണും കൊണ്ട് ഉടക്കി.
അവിടെ അവൻ്റെ മനസ്സുടഞ്ഞു, ഉലഞ്ഞു. അവൻ അവിടെ തൊട്ട് കണ്ണീര് കൊണ്ട് ഒരു മാനസാന്തരം ഉണ്ടായി. ദൈവം അവരെ അസാധാരണക്കാരനാക്കി മാറ്റി. എക്സ്ട്രാഓർഡിനറി. 2 സാധ്യത എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന യൂത്ത് പവർ ഫോർ ജീസസ്, യേശുവിന് വേണ്ടി യുവശക്തി എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ ശ്രദ്ധിക്കുന്ന പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ 2 ചോയ്സുണ്ട്, 2 സാധ്യതകളുണ്ട്. ഒന്ന്, അസ്വാഭാവികരായിട്ട് പറ, ആരോടും മിണ്ടാതെ ഏതൊരു യന്ത്രത്തോട് മാത്രം വർത്താനം പറഞ്ഞ് 24 മണിക്കൂറും കുനിഞ്ഞിരുന്ന് അവസാനം ജീവിതം പടുകുഴിയിലേക്ക് മാറാം. അപ്പനെ അമ്മയോട് സ്നേഹമില്ലാത്തവരായിട്ട്, കൂടപ്പുറപ്പോട് വാത്സല്യമില്ലാത്തവരായിട്ട്, സഹജീവികളുടെ ആർദ്രത ഇല്ലാത്തവരായിട്ട്, അവനവൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് സാധ്യതയുടെ ഒരു ലോകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മക്കളെ, ചെറുപ്പക്കാർ നല്ല മക്കളാണ്. എൻ്റെ ചർച്ചിൽ ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ അവിടെ എന്തോ ഒരു സംരംഭം നടക്കുകയാണ്, കിറ്റുകൾ കൊടുക്കുന്നത്. അതിൻ്റെ സാധനമൊക്കെ അവിടെ വെച്ച് ലോഡ് ചെയ്യുക. ഒത്തിരി മക്കളവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ അവിടെയൊക്കെ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണ്. എന്തിൻ്റെ ഈ സമയത്ത് ഞങ്ങൾ സ്വയം രജിസ്റ്റർ ചെയ്തേക്കുക. മോൻ എന്താ ചെയ്യുന്നത്? ഞാൻ ബിടെക്കിന്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്, സമയം കിട്ടുമ്പോൾ ഇവിടെ വന്നിരുന്ന് പായിക്കുക ആൾക്കൊക്കെ വേണ്ടി, അവരറിയാത്ത ആർക്കുണ്ട്. ഈ മക്കൾ നല്ല മക്കളാണ്. പക്ഷേ ഈ മക്കളെ, നിങ്ങളുടെ ഈ കഴിവും ശക്തിയൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിലൊന്ന് ചാലിച്ച ദൈവം നിങ്ങളെ അസാധാരണക്കാരായിട്ട് മാറും. നിങ്ങളൊരു അസാധാരണ ദൈവശക്തി. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുക്കലോട്ട് വന്നിട്ട് കാത്തിരിക്കണം. ദൈവമേ, പത്രോസും യോഹന്നാനെയും അവർ പേടിയായിരുന്നു, പേടിച്ച ഇതെല്ലാം തള്ളി പറഞ്ഞേ. പക്ഷെ അവൻ അവിടെ നിന്നുകൊണ്ട് അവരോട് സംസാരിച്ചു അസാധാരണ ധൈര്യത്തോടെ. അപ്പോൾ ഇവരോർത്തു, ഈ ഭാഷാ ശൈലി, നിൻ്റെ ഭാഷയുടെ ശൈലിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും, ഉച്ചാരണത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇവ പഠിപ്പില്ലാത്തവരാണ്. അപ്പോൾ അവിടെ സ്ലാങ്ങൊക്കെ നമുക്കറിയാം പ്രത്യേകതമായിരിക്കും. ചിലരുടെ ഭയങ്കര ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിച്ചവരുടെ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ലാംഗ്വേജ് അല്ലേ. അവിടെ ആക്സെൻറ്റ് കേട്ടാൽ അറിയാം, അവിടെ രീതി കേട്ടാൽ അറിയാം, അവിടെ ആ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അവിടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ അവൻ്റെ രീതിയെ മാറ്റിയ ഒരു ദൈവകൃപയുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്, ആത്മശക്തിയുണ്ട്. അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ, ഒരസാധാരണ ദൈവസ്നേഹം പ്രാപിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാമോ? അതോ ഒരു അസ്വാഭാവിക തലത്തിലേക്ക് പോകാനാണോ ആഗ്രഹം? 2 ചോയ്സ് ദൈവം മുമ്പിൽ കൊണ്ടുവെക്കുക. അതിനൊറ്റ കാര്യം, ദൈവമേ, നിന്നെ ഞാൻ ദൈവം എന്നോർത്ത് മഹത്വീകരിച്ചു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലാതെ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരുന്നാലോ കർത്താവ് നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. നല്ല പ്രായത്തിൽ തീരാനെടുക്കണം. വലിയ കാര്യമൊന്നും ചെയ്യാനൊത്തില്ലെങ്കിലും ഇപ്പോഴും ഓർമ്മയുണ്ട്, കോളേജിലൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ ന്യൂ കമേഴ്സൊക്കെ വരുമ്പോൾ, ഫസ്റ്റ് PDC ഒക്കെ, അന്ന് പ്രീ ഡിഗ്രി ഒക്കെ വരുമ്പോൾ ഭയങ്കര ഉത്സവമാണ്. SFIക്കാർ ഒരു സൈഡിൽ നിൽക്കും, KSCക്കാർ ഒരു സൈഡിൽ നിൽക്കും, KSCക്കാർ ഒരു സൈഡിൽ നിൽക്കും. അവരെല്ലാം നിന്ന് ന്യൂ കമേഴ്സിന് ABP ഒക്കെ അന്നുണ്ട്. പക്ഷേ SFIയും KSCയും ഒക്കെ സ്ട്രോങ് ആണ്. KSC അവരെല്ലാം നിന്നിട്ട് എല്ലാ ന്യൂ കമേഴ്സിനും തിലകങ്ങൾ ചാർത്തി ചന്ദനക്കുറികൾ തൊട്ട് ന്യൂ കമേഴ്സിനെ വെൽക്കം പറഞ്ഞ് കയറ്റുകയാണ്. എന്താ ചെയ്യാനൊക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞങ്ങൾ 3 സുഹൃത്തുക്കൾ കൂടി ട്രാക്റ്റ് അടിച്ചു. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മോഹങ്ങളെ വിട, ലേഡി മാക്ബത്തിനെ ആധാരമാക്കിക്കൊണ്ട് ഷേക്സ്പിയറിൻ്റെ ഒരു നാടകത്തെ അപഗ്രഥിച്ചുകൊണ്ടൊരു കൊച്ചു ട്രാക്റ്റ് ഞങ്ങൾ 3 പേരിൽ നിന്ന് കൊടുത്തു. ഞാനും ഒരു സാജിയും ഞാനും കൂടെ. അന്ന് ഇച്ചിരി ചമ്മലൊക്കെ തോന്നി. പക്ഷേ ഒരു കാര്യം, അവർ 2 പേരും അമേരിക്ക നല്ല നിലയിൽ കർത്താവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്നെ ഒട്ടും കുറയാതെ കർത്താവ് കാത്തു. അന്ന് അവിടെ നിന്നുകൊണ്ട് തിലകക്കുറി ചാർത്തിയ പല സുഹൃത്തുക്കളും ഇന്നെൻ്റെ സഹോദരന്മാരാണ്. നഷ്ടമൊന്നും ഉണ്ടായില്ല. ഈ നല്ല സമയത്ത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കാവോ? അതിൻ്റെ ഒരു സാക്ഷിയാകാവോ? ദൈവത്തിനെക്കുറിച്ച് ലജ്ജിക്കില്ല. സുഹൃത്തെ, കർത്താവ് നിന്നെക്കുറിച്ച് ലജ്ജിക്കില്ല. ഈ ശക്തി നമുക്ക് കൊടുക്കണം. ആർക്ക്? ദൈവത്തിന് വേണ്ടി. കണ്ണടച്ചേ. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം.
ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. ചേരുവിൻ യുവാക്കളെ, പോരുവിൻ സഹോദരേ. ചേരുവിൻ യുവാക്കളെ, പോരുവിൻ സഹോദരേ. ക്രിസ്തുനാഥൻ പോരിനായി ഓടി ഓടിക്കൂടുവിൻ. ക്രിസ്തുനാഥൻ പോരിനായി ഓടി ഓടിക്കൂടുവിൻ. സഹോദരന്മാർ, ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ച് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാൻ ഈ ഭാരത മണ്ണിൽ ഈ സമയത്ത് എനിക്ക് ആഗ്രഹമുണ്ടും തീരുമാനിക്കുന്ന യുവാക്കളെ, ഓൺലൈനിലൂടെ അടിക്കാൻ നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ അടച്ചിട്ട മുറിക്കകത്ത് യാദർച്ചയായി കേട്ടായിരിക്കാം. ഇപ്പോൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നിട്ട് ഈ പാട്ട് പാടുന്ന സമയത്തൊരു തീരുമാനം എടുക്കാമോ? എനിക്കൊരു അസ്വാഭാവിക വ്യക്തിയായിട്ട് മാറണ്ട, അസാധാരണക്കാരായിട്ട് മാറണം. അതിനുവേണ്ടി ഓടിക്കൂടാൻ എത്ര യുവജനങ്ങളുണ്ട്. ഈ ശക്തി കർത്താവ് ചോദിക്കുക. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കാൻ നമുക്ക് ഈ ഗാനം ചേർന്ന് പാടാം. ഇതൊരു മാർച്ച് ഫാസ്റ്റാണ്. എന്തിൻ്റെ? ദൈവരാജ്യത്തിന് വേണ്ടി. പത്തം പത്തം മുറച്ചു നാം. ആ പാട്ട് പറയ മനസ്സിൽ സഹോദരങ്ങൾ പാടുമ്പോൾ തീരുമാനത്തോടെ ഉറപ്പോടെ നമുക്ക് ഒരുമിച്ച് പാട്ടൊന്ന് പാടാം. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം. ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം. ഞാൻ വീണ്ടും വിളിക്കുക. ചേരുവിൻ യുവാക്കളെ, പോരുവിൻ സഹോദരേ. ക്രിസ്തുനാഥൻ പോരിനായി. എത്ര കുഞ്ഞുങ്ങളുണ്ട്? യുവശക്തി കർത്താവിന് വേണ്ടി കൊടുക്കാൻ. എനിക്കൊരു അസാധാരണ ദൈവസ്നേഹം, അസാധാരണ ദൈവകൃപ, അസാധാരണമായ ധൈര്യം. ഈ ഗാന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ദൈവസന്ധി തീരുമാനിക്കാം. തീരുമാനത്തോടെ പാടാം. ഭാരതന്ത്ര ബത്രാം ഭാരതീയ സോദരേ, പാപഭാരം നീക്കിടും യേശുവിങ്കമ. നിങ്ങൾക്ക് വേണ്ടി എളിദാസം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഒറ്റ വ്യക്തി പോലും അസ്വാഭാവികതയിലേക്ക് പോകരുതേ, ദുശീലങ്ങളിലേക്ക് പോകരുതേ, അസ്വാഭാവിക ബന്ധങ്ങളിലേക്ക് പോകരുതേ. അവരെല്ലാം അസാധാരണ ദൈവകൃപ ഉണ്ടെന്ന് അറിയണമേ. അസാധാരണ ദൈവകൃപ ഉണ്ട്. അതിനുവേണ്ട ഒരു അസാധാരണ ദൈവശക്തി ഇപ്പോൾ ഇവരുടെ മേൽ പകരണമേ. ആത്മശക്തി ഇപ്പോൾ ഈ മക്കളുടെ മേൽ പകരട്ടെ. യേശുവിൻ നാമത്തിൽ ആത്മസ്നാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടട്ടെ. ആ അസാധാരണമായ ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാ അസ്വാഭാവികമായ സ്വഭാവ ബന്ധനങ്ങളെയും അതിൻ്റെ ശീലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തു. എൻ്റെ പൊന്നുമക്കളെ, ചില അസ്വാഭാവിക ശീലങ്ങൾക്ക് നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അശ്ലീല ചിത്രങ്ങൾക്ക് അടിമയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ചില ഗെയിമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഒക്കുന്നില്ലേ? ചില ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒക്കുന്നില്ലേ? നിങ്ങളുടെ അപ്പനും അമ്മയോടും കോപിക്കരുത്. അവർ തിരിച്ച് പറയുമ്പോൾ അവിടെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് ഇനി അത് പറയരുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു അസ്വാഭാവികതയിലേക്ക് നിങ്ങൾ പോയിരിക്കുകയാണോ? ഇന്ന് രാത്രിയിലൊന്ന് സമർപ്പിക്കുക. കർത്താവേ, ഈ എൻ്റെ അസ്വാഭാവിക സ്വഭാവങ്ങൾ എൻ്റെ കൂടപ്പുറപ്പുള്ള സ്നേഹത്തെ പക്ഷേ തമ്മിലടിക്കുന്നു. കർത്താവെ, എന്നെ ഒന്ന് വിട്ടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആ പക, പിണക്കം, ദുശീലം, കപടം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിയിട്ട് ഒരു അസാധാരണ ദൈവകൃപ ഈ നിമിഷം പകരപ്പെടും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അവരുടെ എല്ലാ അസ്വാഭാവികമായ അവരെ വലിച്ചു മുറുക്കി എന്ന പുറലോകം അറിയാതെ അവരുടെ ഉള്ളിൽ നടക്കുന്ന വടംവലികളെ, എല്ലാ ബന്ധനങ്ങളെ, കർത്താവെ, ഞാൻ കട്ടുംകെട്ട് വീണ് കിടക്കുന്ന എല്ലാ ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും മക്കളുടെ മേൽ ചൊരിയും. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഒപ്പം അസാധാരണക്കാരായി മാറ്റണമേ. ഭയങ്കര സ്നേഹത്തിലേക്ക് അവരെ നയിക്കണമേ. ഭയങ്കര ദൈവകൃപയിലേക്ക് അവരെ നയിക്കണമേ. ഭയങ്കര സ്വഭാവശുദ്ധിയിലേക്ക് അവരെ നയിക്കണമേ. അസാധാരണമായ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. അവർ യേശുവിന് വേണ്ടി അവരുടെ ജീവൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്ത സാക്ഷികളായി ഇനിയും കർത്താവെ, അവർ മടങ്ങിപ്പോകുമ്പോൾ അവിടെ കോളേജുകൾ, അവിടെ ക്യാമ്പസുകൾ, അവിടെ ഓഫീസുകളിൽ, അവിടെ കൂട്ടുകാരുടെ ഇടയിൽ അവർ യേശുവിൻ്റെ ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളത് കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കും. അതിനുവേണ്ടി തീരുമാനിച്ച എല്ലാ മക്കൾക്കായി നന്ദി.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.